അടുത്തത് ഫ്രണ്ടാണ്. അപ്പൊ ഫ്രണ്ട് എടുക്കുന്നത് നമുക്ക് ഈ തുണി ഒന്ന് തല തിരിച്ചിടാം, എന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ആ വെട്ടിയ പീസ് തന്നെ തിരിച്ചിട്ടേക്കാണ്. ഓക്കെ, കണ്ട. അപ്പൊ നമുക്ക് സ്ലീവ് എടുക്കേണ്ടതാണ് ഇതിൽ നിന്ന്, അതുകൊണ്ടാണ് ഞാൻ മറിച്ചിട്ടത്. ഇനി നമ്മൾ ഫ്രണ്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെയാണല്ലോ. പാഡ് വരെയുള്ള നീളം എന്ന് പറയുന്നത് 14 അല്ലേ? അപ്പൊ 14 എടുത്തു. പിന്നെ ബാക്കിയെല്ലാം 25ന്റെ പകുതി അങ്ങനെയാണ് നമ്മൾ മടക്കിയിട്ടേക്കുന്നത്. ഓക്കെ, ബെസ്റ്റ് കൂടുതലുള്ളവരാണെങ്കിൽ, അതായത് ഇതിപ്പോ സാധാരണ മോഡലാണ് ഞാൻ പറഞ്ഞു തരുന്നത്, ബെസ്റ്റ് സൈസ് കൂടുതലാണ്. അതായത് ചെസ്റ്റ് ഇപ്പൊ 36-യും ബെസ്റ്റ് 40-ഉം വന്നേക്കുന്നത്. ഈ 36-യും 40-ഉം വലിയ പ്രശ്നമല്ല. അതേസമയം 36-യും ഒരു 44-ഉം ബെസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുതൽ വരും. കൂടുതൽ വരുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ അടുത്ത ഇതിൽ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് സാധാ ലെവലാണ് പറയണത്, നോക്കുക. നമ്മൾ ഇതുപോലെ തന്നെ കഴുത്തകലം ഞാൻ എടുത്തേക്കുന്നത് 3 ഇത് 3 എടുത്തു. ആം ഹോള് 3 എടുക്കുക കേട്ടോ. പാഡ് വരെയുള്ള നീളം നമ്മൾ കൊടുത്തതിന് ശേഷം കഴുത്ത് 7 ഇഞ്ചാണ് വന്നേക്കുന്നത്. അത് നമ്മൾ ഷേപ്പ് ചെയ്തു വരച്ചു. ഓക്കെ, ഇത് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ബ്ലൗസിൽ തുണിയിൽ നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പറയണം. ഇപ്പോ നമുക്ക് ഇങ്ങനെ ഇപ്പൊ പാഡ് വരെയുള്ള ലെങ്ത് 14 ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ലെങ്തിന്റെ കൂടെ, കറക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 15 ലെങ്ത് 15 ബാക്കിൽ എടുത്തേക്കണം. അതിന്റെ കൂടെ നമുക്ക് 2 ഇഞ്ച് കൂടെ കൂട്ടിയാൽ 17 ഇഞ്ച്. ആ 17 ഇഞ്ച് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാവും. 17 ഇഞ്ച് എടുത്തിട്ട് പാഡ് വരെയുള്ള ലെങ്ത് എടുത്തിട്ട് അതിനെ ഷേപ്പ് ഇങ്ങനെ ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് ബെൽറ്റ് പീസ് എടുക്കാം. ഞാൻ അങ്ങനല്ല ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ. അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ക്ലാസ്സിൽ അത് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് അങ്ങനല്ല. ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഈ പീസിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോണത്. നോക്കൂ എങ്ങനെയാ നമുക്ക് ചെയ്യുന്നതെന്ന്. നമുക്ക് ഇവിടുന്ന് തന്നെ എടുത്ത് നോക്കാം. ഇവിടുന്ന് എടുക്കുമ്പോൾ 3 ഇഞ്ച് കിട്ടുന്നോ നോക്കിയാൽ നമുക്കത് അത്രയും തുണി ലാഭിക്കാൻ നമുക്ക് പറ്റും. ആ തുണി 1 മീറ്റർ തുണിയിൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്നൂടെ പഠിക്കണം. അതിനാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. നോക്കൂ 3. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ 3 കിട്ടൂല, കഷ്ടി. അപ്പൊ നമുക്ക് ഇവിടെ എടുത്ത് നോക്കാം, 6 കിട്ടണുണ്ട്. ഓക്കെ, അപ്പൊ 3 എടുത്തു. വീണ്ടും നമ്മൾ 3 എടുത്തു. ആം ഹോള് വരുന്നത് 6. കണ്ടോ? 6. അപ്പൊ ഇത് നമ്മൾ എടുത്തിട്ടേക്കണതാണ് പീസ്, അതുകൊണ്ട് കുഴപ്പമില്ല. കണ്ടോ, നിങ്ങൾക്ക് അത്രയും തുണി നഷ്ടപ്പെടാതെ കിട്ടിയത് കണ്ടോ? എന്നിട്ട് ഞാൻ ഇവിടുന്ന് 14 ഇഞ്ച് അടയാളപ്പെടുത്തി. 14 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തും. ഇത് ഫ്രണ്ട് ആം ഹോള്. നമ്മൾ സാധാരണ നമുക്ക് ഇത് വരേണ്ടതാണ്, എന്ത് ടക്ക് വരേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തു. ഓക്കെ, അപ്പോ ഫ്രണ്ടിന്റെ ഇറക്കം 7 ഇഞ്ചാണ്. 7 ഇഞ്ച് എടുത്തു. ഇവിടെ 3 ഇഞ്ച് എടുത്തു. കണ്ടോ? അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇവിടെ വരെ നമുക്ക് ബെസ്റ്റ് പോയിന്റ് നോക്കണം. ബെസ്റ്റ് പോയിന്റ് നമുക്ക് തന്നേക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ 10 ഇഞ്ച് നമ്മൾ ബെസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്തി. കണ്ടോ? ബെസ്റ്റ് പോയിന്റ് ഇങ്ങനെ ചുമ്മാ ഞാൻ അടയാളപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഈ ബെസ്റ്റ് പോയിന്റ് നമ്മൾ അപ്പോൾ ഇത്രയും പിന്നെ കഴുത്തകലം, തോൾ വീതി, കൈക്കുഴിത്താഴ്ച എടുത്തിട്ടു വരയ്ക്കണത് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതുവരെ ഞാൻ എടുത്തിട്ടു. ബെസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്തി. നമ്മൾ ഈ ബെസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്തുന്നതിന് ഒരു രീതിയുണ്ട്. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് 4 ഇഞ്ചാണ്.
അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഈ 4 ഇഞ്ച് വന്നേക്കണതെന്ന് സംശയം വരും. നമ്മുടെ ബെസ്റ്റ് സെപ്പറേഷൻ ആണിത്. അത് മിക്ക അളവുകൾക്കും ഈ ബെസ്റ്റ് സെപ്പറേഷൻ ആവശ്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഒരു 30 ഇഞ്ച്, 36, 34 ഇഞ്ച്, 36 ഇഞ്ച് അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ ഇഞ്ചിനും കണക്കാക്കിയിട്ട് ഇത്ര എന്ന് പോകും. അപ്പൊ 3.5, 3.4, 3 ഇഞ്ച്, 3.4 ഇഞ്ച്, 3.5 ഇഞ്ച്, 3.25 ഇഞ്ച്, 4 ഇഞ്ച്, 4.4, 4.5 വരെയൊക്കെ പോകും. അങ്ങനെ പോകും. അതായത് ബെസ്റ്റ് സൈസിനനുസരിച്ചാണ്, ബെസ്റ്റ് സെപ്പറേഷൻ ആണിത് കേട്ടോ. നമ്മുടെ ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബെസ്റ്റ് സെപ്പറേഷൻ, നമ്മുടെ ബെസ്റ്റിന്റെ അകലമാണിത്. അതായത് 2 ബെസ്റ്റുകൾ തമ്മിലുള്ള അകലം, അതാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ പോയിന്റ് നമുക്ക് ആ പോയിന്റ് നിപ്പിൾ പോയിന്റിൽ തന്നെ വരണം, അതിനാണ്. അപ്പൊ 4 ഇഞ്ചാണ് ഞാൻ ഈ 40 ബെസ്റ്റ് ഉള്ള ആൾക്ക് ഞാൻ എടുത്തേക്കുന്നത്. 4 ഇഞ്ചാണ് കേട്ടോ. എടുത്തേക്കണ വിധം ഞാൻ ഇതിനു മുമ്പ് എന്തിനോ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മള് ഈ അളവുകൾ എടുക്കുന്ന ബെസ്റ്റ് സെപ്പറേഷന്റെ ഇത് കണക്കാക്കി തന്നെയാണ് നമ്മള് ഈ ബെസ്റ്റ് പോയിന്റ് ഇവിടുന്നുള്ള അളവെടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അവിടെ നിന്ന് നേരെ വരുമ്പോൾ താഴേക്ക് വരുന്ന 4 ഇഞ്ചാണ്. ചിലർക്ക് ഈ പോയിന്റിൽ നിന്ന് തന്നെ ടക്കിടണം. നമ്മൾ ഇടുമ്പോൾ ഞാൻ 1 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ച് താഴ്ത്തി നമുക്കിടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലാണ്. അതായത് അത് കസ്റ്റമർ നമുക്ക് തരുന്ന കസ്റ്റമറുടെ ഇഷ്ടം പോലാണ്. ഞാനിപ്പോൾ ഒരു 3/4 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഇടുന്നത്. ഇവിടെ എന്നിട്ട് ടക്ക് നേരെ താഴേക്ക് വരയ്ക്കുകയാണ് കേട്ടോ. കണ്ടോ, നേരെ താഴേക്ക് വരച്ചു. അപ്പോ ബെസ്റ്റ് പോയിന്റ് എടുത്തു. ബെസ്റ്റ് പോയിന്റ് എടുക്കുന്നത് ഇവിടെ ഇങ്ങോട്ടുള്ള അകലം 4 എടുത്തിട്ടാണ് ഞാൻ ബെസ്റ്റ് പോയിന്റ് എടുത്തത്. അതിനുശേഷം ഇതിന് നേരെ താഴേക്ക് വരച്ചു. വരച്ചതിന് ശേഷം ഞാൻ ഈ 40 ഇഞ്ച് ബെസ്റ്റ് സൈസുള്ള ഒരാൾക്ക് എടുക്കുന്നത് 2 ഇഞ്ചാണ് കേട്ടോ. 2 ഇഞ്ചാണ് ഈ ടക്ക് ഞാൻ എടുക്കുന്നത്. 2 ഇഞ്ച്. ഓക്കെ, 2 ഇഞ്ച് എടുക്കാം, 1.25 എടുക്കാം. ഞാൻ എടുക്കുന്ന 2 ഇഞ്ചാണ്. 2 ഇഞ്ച് എന്ന് വെച്ചാൽ നല്ല ഓക്കെ. 2 ഇഞ്ചില് ഞാൻ വരച്ചു. അതായത് സെന്റർ വരച്ചു. സെന്ററിൽ നിന്ന് 2 ഇങ്ങോട്ടും 2 ഇങ്ങോട്ടും എടുത്തു. കണ്ടോ, എടുത്തത് കണ്ടല്ലോ. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് തന്നെ നമ്മൾ ബ്ലൗസ് തയ്ക്കില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ ഒരു 1.5 ഇഞ്ച് മൈനസ് ചെയ്യണം. അതായത് നമുക്ക് ഈ ഫ്രണ്ട് പീസിന്റെ ഇവിടെ ഒരു ബെൽറ്റ് പീസ് വരും. അപ്പൊ ഇതിന്റെ ലെങ്ത് നമുക്ക് കുറച്ച് മതി. അപ്പൊ അതുകൊണ്ട് അത് 1.5 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് കുറച്ചു കൊടുത്തു. ഇവിടെ അതുപോലെ തന്നെ 1.5 ഇഞ്ച്, 2 ഇഞ്ച് നമുക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇവിടെ 1.5 പക്ഷെ എടുക്കുന്നത്. ഇവിടുന്ന് ഈ പോയിന്റ് എപ്പോഴും കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കണം. ഈ പോയിന്റിന് വ്യത്യാസമൊന്നും വരാൻ പാടില്ല കേട്ടോ. ഇവിടെ നമ്മൾ ടക്ക് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരണം. അതാണ് ഞാൻ അളന്ന് നോക്കിയത്. ഈ അളവ് തന്നെ നമുക്ക് ഇപ്പുറത്തും വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ടക്ക് കറക്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ടക്ക്, മെയിൻ ടക്കാണ് നമ്മൾ വരച്ചത്. ബ്ലൗസിന്റെ മെയിൻ ടക്ക് വരച്ചു. ഇനി ഇതാണ് ബെസ്റ്റ് പോയിന്റ്. ഈ ബെസ്റ്റ് പോയിന്റിന് നേരെ ഓക്കെ, നേരെ ഒരു 2 ഇഞ്ച് മതി അതിന്റെ ലെങ്ത്. നേരെ കൊടുക്കുക. 2.5 ആയാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ 2.5 ഇഞ്ച് കൊടുത്തു കേട്ടോ. 2.5. ഇതിന്റെ ടക്കിന്റെ വീതി വരുന്നത് 1/4 ഇഞ്ച്. 1/4 ഇഞ്ചാണ് കേട്ടോ. മൊത്തം 1/2 ഇഞ്ച്. മൊത്തം 1/2 ഇഞ്ച്. 1/4 ഇഞ്ച് 1/4 ഇഞ്ച് വെച്ചിട്ട് ഇത് വരച്ചു കൊടുക്കുക. ഇത് ബെസ്റ്റ് പോയിന്റ്. ഇവിടുത്തെ ടക്ക് ഞാൻ ഇട്ടു. ഇവിടുത്തെ ഞാൻ അടയാളപ്പെടുത്തി. ഇനി ഇവിടെ ടക്ക് വരുന്നത് അതിന് മുമ്പേ നമ്മൾ ആം ഹോള് കറക്റ്റ് ചെയ്യണം. അപ്പൊ ആം ഹോള് നേരത്തെ നമ്മൾ കറക്റ്റ് ചെയ്ത പോലെ തന്നെ ഇതിന് നമുക്ക് ആം ഹോള് കൂടുതൽ വേണം. എന്താ കാര്യം? അതായത് നമുക്ക് ഇവിടെ ഒരു ടക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് ആം ഹോള് കൂടുതൽ വേണം. അപ്പോ നോക്കിക്കോ, നമുക്ക് ഇവിടെ വരേണ്ട എത്രയാണ്? 9.25, 9 വന്നാലും കുഴപ്പമില്ല. ഇത്രയും വരണം. അപ്പൊ നമുക്ക് നോക്കാം. ഈ ടക്ക് നോക്കണ്ടേ? ഈ ടക്ക് നമുക്കിവിടെ ടക്കിനും വേണം, അതുപോലെ തന്നെ ഓക്കെ. ഇതൊരു 9.5 വന്നാലും നമുക്ക് പ്രശ്നമില്ല. കാരണം എന്താണ്? 9.5, 9.25 വന്നാലും കുഴപ്പമില്ല. കാരണം എന്താ? ഈ ടക്ക് നമ്മളിവിടെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അവിടെ ചുളിവ് വരും. അപ്പൊ ആ ചുരുക്ക് വരും. അതിനനുസരിച്ചാണ് നമ്മളിവിടെ കണ്ടോ കറക്റ്റ് കിട്ടിയുണ്ടോ.
അപ്പൊ ഞാനിവിടെ എടുത്തത് എങ്ങനെയാണ്, ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുക. അപ്പൊ എനിക്ക് കിട്ടിയത് 9.25 വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ എത്ര കിട്ടും? 9.25 കിട്ടും. അപ്പൊ ആ ടക്ക് നമുക്ക് ഇട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഇത്തിരി കൂടുതൽ എടുക്കാം. അതായത് നമ്മൾ ഇവിടെ എത്ര ആണോ വരേണ്ടത് അതിനെക്കാട്ടി 1/4 ഇഞ്ചോ 3/4 ഇഞ്ചോ കൂട്ടി നമുക്ക് എടുക്കാം. ആം ഹോൾ എത്ര ആണോ വരേണ്ടത് അതിനെക്കാട്ടി കൂട്ടിയെടുക്കാം. എന്നിട്ട് അത് നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്താൽ മതി. അല്ലാതെ നമുക്ക് വരച്ചിടാൻ പറ്റില്ല. ഞാൻ ഒന്നിലും വരച്ചിടില്ല. കാരണം നമ്മൾ അളവെടുക്കുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പഠിപ്പിക്കുന്നതും അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ നെക്കൊക്കെ എടുക്കുമ്പോൾ വൈഡായി പോവും. അതിനാണ്. ചിലർക്ക് ഇവിടെ അങ്ങോട്ട് ലൂസായിട്ട് വരും കഴുത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കണം കേട്ടോ. അപ്പൊ 1 മീറ്ററിലാണ് ഞാനിത് ചെയ്യുന്നത്, ഈ ബ്ലൗസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ഈ ടക്ക് ഇടുന്നത് നോക്കിക്കോളൂ. ഈ ടക്ക് വരുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പോയിന്റ് ഇപ്പൊ ഇന്ന സ്ഥലം ഒന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇതാണ് അതിന്റെ പോയിന്റ്. കണ്ടോ? ഈ പോയിന്റിൽ നമുക്ക് വരണം. ഈ പോയിന്റിൽ വരണമെങ്കിൽ, അതായത് ഇവിടെ നിന്നുള്ള പോയിന്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഈ പോയിന്റിൽ വരണമെങ്കിൽ ഇങ്ങനെ വന്നു. ഈ ബസ് പോയിന്റിൽ നിന്നും 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ 1.5, ഇവിടെ ടക്ക് നമ്മൾ ഇടുന്നെങ്കിൽ അതിനൊന്നര, ഇതിനൊന്നര. ഇവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് 1/2 ഇഞ്ച് 3/4 ഇഞ്ച് 1/4 ഇഞ്ച് 1 ഇഞ്ചൊക്കെ ഡിസ്റ്റൻസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. കണ്ടോ? ഇവിടുത്തെ ടക്ക് വരുന്നത് മൊത്തം, അതായത് മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നത് 3/4 ഇഞ്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിലപ്പോൾ തയ്ച്ചു വരുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും. അത് തയ്യക്കാരുടെ പ്രത്യേകതയാണ്. അതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, തയ്ച്ചു കഴിയുമ്പോൾ നമുക്ക് കയ്യിൽ ആംഹോൾ ലൂസ് വരും. അപ്പൊ നമ്മൾ കൈ വീണ്ടും ടക്ക് കൂടുതൽ അടിക്കേണ്ടി വരും. അതൊക്കെ എത്ര കട്ട് ചെയ്താലും എല്ലാത്തിനും എന്തായാലും മിസ്റ്റേക്കുകൾ വരും. അപ്പൊ നമ്മൾ ആ മിസ്റ്റേക്കുകൾ മാറ്റി ചെയ്താണ് നമ്മൾ ഇതെല്ലാം പഠിക്കണത് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോ ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് വന്നേക്കുന്നത്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം. അപ്പൊ ഫ്രണ്ടും ബാക്കും. ഇനി നമുക്ക് പാഡ് വെട്ടണം. അപ്പൊ പാഡ് വെട്ടുമ്പോ അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വെട്ടണ്ടേ. സിമ്പിൾ വേ ആണ് കേട്ടോ. ഞാൻ വെട്ടണ രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ തയ്ച്ചു കൊടുക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ വേസ്റ്റ് ഡാർട്ട് എടുക്കുന്നത് ഓരോരുത്തരുടെയും ബെസ്റ്റ് സൈസ് അനുസരിച്ചിട്ടാണ്. ഇപ്പം 30 32 ഞാൻ കൊടുത്തിട്ടുണ്ട്. 30 32 1/4, 32 34 1/2, 34 1/4 എടുക്കാം. നമുക്ക് 2 ഇഞ്ചും എടുക്കാം. അതിന് മുകളിലോട്ടാണെങ്കിൽ 2/4 2.5 അങ്ങനെയാണ്. ആ പോയിന്റ് ഞാൻ കറക്റ്റ് ചെയ്ത് തന്നാണ് വെട്ടിയേക്കണം. അതായത് ഇങ്ങനെ ടക്ക് ഇടുമ്പോൾ നമുക്ക് ഇവിടെ വ്യത്യാസങ്ങൾ വരാതിരിക്കാനാണ് ഞാൻ അങ്ങനെ കറക്റ്റ് ചെയ്തത് കേട്ടോ. ഇതിപ്പോ നമ്മൾ ഒരു വശത്തേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പുറത്തെ വശത്ത് ഇങ്ങനെ മടക്കിയിട്ട് കണ്ടോ, ഇങ്ങനെ മടക്കി ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് അപ്പുറത്തെ വശത്തോട്ടും ഇത് കറക്റ്റായിട്ട് തന്നെ വീണോളാം. കറക്റ്റായിട്ട് വെച്ച് വേണം കേട്ടോ വരയ്ക്കാൻ. കണ്ടില്ലേ? വന്നു. നമ്മുടെ ചോക്കും നല്ലതായിരിക്കണം. ഇതുപോലെ ഇങ്ങനെ കുറെ ഇങ്ങനെ വരച്ചിട്ടുള്ളത് കസ്റ്റമറിന് കൊടുക്കാൻ പാടില്ല. അതിന് നമുക്ക് നല്ല ചോക്കുകൾ ഉണ്ട്. അയൺ ചെയ്യുമ്പോൾ തന്നെ പോകുന്ന ചോക്കുകൾ കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കുമായി ഫ്രണ്ടുമായി. ഇനി അടുത്ത ഐറ്റം എന്ന് വെച്ചാൽ നമുക്ക് പാഡ് വെട്ടണം ഇല്ലേ? അപ്പൊ ഇത് രണ്ടും ഞാൻ മാറ്റി വെക്കട്ടെ. സ്ലീവ് ആദ്യം കട്ട് ചെയ്യട്ടെ. കാരണം നമ്മുടെ തുണിയിൽ സ്ലീവ് കട്ട് ചെയ്തില്ലെങ്കിൽ കുറഞ്ഞു പോകൂലേ. തുണി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സ്ലീവ് കൂടെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക്
ബെൽറ്റ് പീസ് കട്ട് ചെയ്യുക. ഈ ബെൽറ്റ് പീസിനാണ് നമ്മുടെ പാഡ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ വരച്ചു, ഞാൻ മടക്കിയിട്ടു. സ്ലീവ് ലെങ്ത് എന്ന് പറയുന്നത് 8.5 or 9 എടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതങ്ങോട്ട് മടക്കുക. ആദ്യം നമുക്ക് മടക്കി വെക്കാനുള്ള പീസ് മടക്കി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചുരിദാറിന്റെ പോലെ അല്ല, ഇതിന് നമുക്ക് അധികം വിട്ട് കിട്ടൂല. നോക്കൂ, നമുക്ക് കിട്ടണത് 9 ഇഞ്ചാണ് കണ്ടോ. ഈ 9 ഇഞ്ചിൽ തന്നെ ബ്ലൗസ് ചെയ്യണം. സ്ലീവിന്റെ ഞാനൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ 3 ഇഞ്ച് 2.5 ഇഞ്ചൊക്കെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലാണ്. ഇതും അതുപോലെ തന്നെയാണ്. നമുക്ക് 9 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് വരുന്നത്. ഞാനൊരു 9.5 എടുക്കുകയാണ് കേട്ടോ, ചൂടെ കൂടി കിടക്കട്ടെ എന്ന് കരുതി. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ താഴ്ച എടുക്കുന്നത്, അതും ഞാൻ ചുരിദാറിന്റെ പോലെ തന്നെയാണ് ഞാൻ ബ്ലൗസിനും കട്ട് ചെയ്യുന്നത്. അതിന് ഞാൻ പ്രത്യേകതകളൊന്നും കൊടുക്കാറില്ല. അപ്പൊ ഞാനിപ്പോ എടുക്കുന്നത് ഒരു 4 ഇഞ്ച് തന്നെയാണ്. ഞാൻ ബ്ലൗസിന്റെ സ്ലീവിന്റെ കാണിച്ചു തന്നിട്ടുണ്ടായി. അതായത് 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ കൂടുതൽ. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ലീവിന്റെ ഇത് എടുക്കുമ്പോൾ നമുക്ക് വരേണ്ടത് എത്ര? 9.4, 9.5 നോക്കും, കറക്റ്റിൽ വരും. ഓക്കെ, താഴത്തെ വരയ്ക്കുക. താഴത്തെ വണ്ണം എന്ന് പറയുന്നത് 13 13 ആവുമ്പോൾ 6.5. നമ്മളൊരു ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ എല്ലാ ഐറ്റംസും കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തയ്ക്കാൻ പോകേണ്ടത്. അല്ലാതെ തയ്ക്കാനിരിക്കുന്നിടത്തുനിന്ന് ഓടിപ്പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വരരുത്. ഫ്രണ്ട് കട്ട് ചെയ്ത് വെച്ചു. ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ലെവൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇവിടെ നോച്ചസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പാഡ് കട്ട് ചെയ്യുന്നതാണ്, അതായത് ബെൽറ്റ് പീസ്. നമുക്ക് ബെൽറ്റ് പീസ് വേണം. അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നോക്കൂ, ഇത് ബാക്ക് പീസ്, ഇത് ഫ്രണ്ടിന്റെ സൈഡ് അല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും ബ്ലൗസ് ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനല്ലേ ജോയിൻ ചെയ്യൂ. ഓക്കെ, അപ്പൊ ടക്കിനൊക്കെ കുറെ ഇങ്ങനെ ചുളുക്കുകൾ വരുമ്പോ നമ്മുടെ പീസൊക്കെ ഇങ്ങനെ നീണ്ടു നിവർന്നൊക്കെ പോകും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പിൻ ചെയ്യുക. ഇത് കണ്ടോ, ഇതിന് പിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് ഇത്രയാണ് കണ്ടോ. അപ്പൊ നമ്മൾ ഈ അളവ് നോക്കുക, എത്ര ഉണ്ട്. ഒരു തയ്യൽ തുമ്പിനൂടെ കൂട്ടിയെടുക്കുക, 4 ഇഞ്ച് കണ്ടോ. നമുക്ക് 4 ഇഞ്ച് എടുക്കാം. ഇവിടെ അതായത് ഇതിന്റെ സൈഡ്, അതായത് പിന്നെ ബെൽറ്റ് പീസ് എടുക്കേണ്ട രീതിയാണ് കേട്ടോ. ഇനി ഞാൻ ബെൽറ്റ് പീസ് എടുക്കുന്നത് നോക്കൂ. നമുക്ക് സൈഡിൽ വരുന്ന സൈഡാണ് കൂടുതലായിട്ട് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സൈഡാണ് കൂട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പൊ സൈഡ് നമുക്ക് എങ്ങനെയാണ് അത് എടുക്കുന്നത് നോക്കാം. ഇത് ഈ നല്ല വീതിയുള്ള ഈ പീസ് ഉണ്ടല്ലോ, അത് ഞാൻ ബാക്കിലേക്ക് വേണ്ടിയിട്ട്, ബാക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതായത് ബാക്ക് ഫോൾഡ് ചെയ്യണമല്ലോ നമുക്ക്, അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, മാറ്റി വെച്ചു. ഇനി നമുക്ക് ബെൽറ്റ് പീസ് എടുക്കുമ്പോൾ ലെങ്ത് വരേണ്ടത്, ബെൽറ്റ് പീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എത്ര വരണം ലെങ്ത്. അതായത് ഇവിടെ ടക്ക് പോയതിന് ശേഷം, ടക്ക് നമുക്ക് 2 ഇഞ്ച് 2 ഇഞ്ച് 4 ഇഞ്ചാണ് പോകുന്നത്. നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് 12.5. അപ്പോൾ ഒരു 3 ഇഞ്ച് കുറച്ച് നമുക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 9.5 അല്ലെ ഒരു 9 ഒക്കെ മതി അതിന്റെ വേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വേസ്റ്റിന്റെ 4/1 എടുത്തിട്ട് തയ്യൽ തുമ്പും കൂട്ടി എടുത്താലും മതി. വേസ്റ്റിന്റെ 4/1 എന്ന് പറയുമ്പോൾ വേസ്റ്റ് വരുന്നത് 32.5. 8 8 2 10 എടുത്താൽ മതി കേട്ടോ. 10 എടുക്കുക നമ്മൾ. അപ്പൊ നമുക്ക് തുണി നഷ്ടപ്പെടുത്തരുത്, കാരണം തുണി നമുക്ക് വളരെ കുറവാണ്. ഇനി എന്തിനൊക്കെ വേണം, അതുകൊണ്ട് നമ്മൾ തുണി നഷ്ടപ്പെടുത്താതെ വേണം എടുക്കാൻ. 10 എടുക്കുക.
10 എടുത്തതിന് ശേഷം പത്തെടുക്കുക. 10 എടുത്തിട്ട് നമ്മൾ ഈ സൈഡാണ് കേട്ടോ, സൈഡിൽ ഞാൻ 4 മാർക്ക് ചെയ്യാണ്. 4 മാർക്ക് ചെയ്യും. ഫ്രണ്ടിൽ നമുക്ക് 3.5 മതി. ഫ്രണ്ടിൽ കുറവ് പീസ് മതി. പലരും പല രീതിയിലാണ് തയ്ക്കുന്നത്. ചിലർ ഫ്രണ്ടിൽ കൂടുതൽ പീസ് ഇട്ട് ഇവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് എടുക്കുക. 5 എടുത്തിട്ട് ഒരു 3 ഇഞ്ച് മതി ഇവിടെ കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ ഷേപ്പ് ചെയ്തെടുത്തു. ഇതാണ് ഞാൻ ബെൽറ്റ് പീസ് എടുക്കുന്നത്. അതായത് ഞാൻ എങ്ങനെ എടുത്തു എന്ന് ചോദിച്ചാൽ ഇത് സൈഡ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ കണ്ടു. നമുക്ക് സൈഡാണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത് കേട്ടോ. ഫ്രണ്ടിൽ കുറവ് മതി. ഇത് 2.5 ഇഞ്ച് എടുത്തിട്ടാണ് ഞാൻ ഈ 3 ഇഞ്ച് എടുത്തത്. അവിടെ ഷേപ്പ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ബെൽറ്റ് പീസ് ഇത് നമുക്ക് വേറെ തുണിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതല്ല ഇനി ഇതിൽ തുണി ഉണ്ടെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഇതിൽ ഞാൻ 2 പീസ് കിട്ടുന്നെങ്കിൽ അതുകൂടെ ഞാൻ എടുക്കും. നമുക്ക് 6 പീസ് വേണം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനോട് ചേരുന്ന കളർ ഉണ്ടെങ്കിൽ ആ കളറിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിനിപ്പോ ഫ്രണ്ടിൽ വേണം, അതുപോലെ തന്നെ ക്രോസ് പീസിന് വേണം. അതിനൊക്കെ നമ്മൾ കഷ്ണങ്ങളായാലും അതെടുത്ത് 1 മീറ്ററിൽ നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കണം കേട്ടോ. 1 മീറ്ററിൽ ഇപ്പൊ ഈ പീസ് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ നമുക്ക് അതുകൂടെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 2 പീസായി. പിന്നെ നമുക്ക് വേറെ 1 പീസ് എടുത്ത് വേറൊരു തുണിയിൽ ചെയ്താൽ മതി. അതായത് ലൈനിങ് പീസോ കളറുമായിട്ട് ചേരുന്ന എന്തെങ്കിലും പീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെയ്യാം. ഇപ്പം നമുക്ക് 4 പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 6 ബെൽറ്റ് പീസ് 6 പീസ്. ഒരു സൈഡിൽ 3 ഒരു സൈഡ് 3 ആണ് നമുക്ക് വേണ്ടത്. 6 വേണം. നമുക്ക് വേറെ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അത്രയും മാറ്റി വെച്ചു. അടുത്തത് ഇനി ഫ്രണ്ടിൽ പിടിപ്പിക്കാൻ പട്ടയും പടിയും വേണം. നമുക്ക് ഒരു പീസ് എന്ന് പറയുന്നത് ഇത് മതിയാവും കണ്ടോ. ഈ പീസ് നമുക്ക് കട്ട് ചെയ്ത് വെക്കുക. ഇത് മതിയാവും. ഓക്കെ, ഇത് ഹുക്ക് പിടിപ്പിക്കുന്ന വശത്തേക്ക് വെക്കാൻ നമുക്കത് മതി. പിന്നെ നമുക്ക് വീതിക്കുള്ള പീസ് വേണം. അത് നമുക്കിനി ക്രോസ് പീസ് നോക്കിയേ, നിങ്ങൾ നോക്കൂ, ശകലം തുണിയെ ഉള്ളിനി ഇതിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതൊന്നും നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. ഇപ്പൊ ഇത് നമ്മൾ നെക്ക് വെട്ടിയ തുണിയാണ് കണ്ടോ. നെക്ക് വെട്ടിക്കളഞ്ഞ ആ പീസ് മതി നമുക്ക് ഫ്രണ്ടിൽ വെച്ചു കൊടുക്കാൻ. അപ്പോൾ അത് നമുക്ക് ഇത് തന്നെ എടുക്കാം കണ്ടോ. അത് ഞാൻ മാറ്റി വെച്ചു. ഞാൻ ഓരോന്നും ചെയ്യുന്നതും ശ്രദ്ധിക്കുക. അത് ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ക്രോസ് പീസ് ആണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം, ക്രോസ് പീസ് എത്ര ഇഞ്ചാണ് എടുക്കേണ്ടതെന്ന്. 3/4 ഇഞ്ച് മതി സാധാരണ. പക്ഷെ നിങ്ങൾക്ക് അതായത് തുടക്കമാണ് ചെയ്യുന്നതെങ്കിൽ, അല്ല ചെയ്ത് ശീലമില്ലാത്തവർക്കാണെങ്കിലും നമ്മൾ 1 ഇഞ്ച് വെച്ചെടുക്കുക കേട്ടോ. ക്രോസ് പീസ് എടുക്കേണ്ടത് ഇങ്ങനെയാണ് കണ്ടോ. ഒരു കഷ്ണം പോലും കളയരുത്. നമുക്ക് കഷ്ണങ്ങൾ തികയാണ്ട് വരും. അതുകൊണ്ടാണ് ഒരു കഷ്ണവും കളയരുത്. തയ്ച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഏത് പീസായാലും കളയാൻ പാടുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, കണ്ടോ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ പീസുകളെല്ലാം നമുക്ക് ആവശ്യം. ഞാൻ ഇത് ഓരോന്നും കാണിക്കണത് നിങ്ങൾ ഇതുപോലെ എന്തോരം പീസുകൾ കളയുമായിരിക്കും. അപ്പൊ അതൊന്നും കളയാൻ പാടില്ല. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് കഴുത്തിന് നെക്കിന് ചുറ്റിനും അടിക്കാൻ വേണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പീസ് ചുറ്റളവ് ഇതിപ്പോ 10-22 ഇഞ്ചൊക്കെ വരും. ഓക്കെ, കണ്ട. ബാക്കി പീസുകൾ ഇത്രയും പീസുണ്ട്. പക്ഷെ ഞാനതൊന്നും കളയുന്നില്ല. കളയാത്ത എന്താന്ന് വെച്ചാൽ നമുക്ക് ഇനി ആവശ്യം വരും.
അപ്പോൾ കട്ട് വേണമെങ്കിൽ അത് എടുക്കണം. അതുകൊണ്ട് തയ്ച്ച് തീരാതെ നമ്മൾ കഷ്ണങ്ങളൊന്നും കളയാൻ പാടില്ല. ചിലപ്പോൾ എനിക്കിത് 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുക, കാരണം ഇത് കൂടുതൽ ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനാണെങ്കിലും നമുക്ക് ഇനി ഇത് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ആണെങ്കിലും എന്നെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.